എന്തേന്നും വന്നില്ല. അതൊക്കെ കേട്ടപ്പോ എന്ന് എനിക്ക് ഇതുപോലെ പാട്ട് പാടാൻ പറ്റും. ഇവരൊക്കെ അമലാണെങ്കിൽ എല്ലാരെയും പാട്ട് പാടാൻ ചേർത്ത്, എന്നെ മാത്രം ചേർത്തില്ല. അവസാനം ഞങ്ങളോട് ചേട്ടാ എന്നെ കൂടെ ഒന്ന് പാട്ട്, അപ്പൊ കേറി പാട്ട് പാടിയപ്പോ അതുകൊണ്ട് കുറച്ച് പാട്ട് പാടി. ആദ്യം ഇവളുടെ അടുത്ത് മൈക്ക് വെച്ചു, പിന്നെ കുറച്ച് മൈക്ക് ഇച്ചിരി അകറ്റി വെച്ചു, പിന്നെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു കുറച്ച് പാടാൻ. പക്ഷേ എന്നിട്ടോ ആ പാട്ട് സരിഗമ പത്തിന് സൊക്കോള അതിനൊക്കെ അത്ര സ്നേഹമുള്ളവനാ, അത്ര വൃത്തിയുള്ളവനാ. അതാണ് നമ്മുടെ അമൽരാജും അമലയും. അമലെ അതുപോലെ തന്നെ അമലെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്, അമലെ എനിക്ക് കാണുമ്പോഴൊക്കെ ഒരു റെസ്പെക്ട് ആണ്. കഥ എഴുതും, കവിത എഴുതും. അടുത്തറിഞ്ഞപ്പോ മനസ്സിലായി പാവമാണ്. അത്ര റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്താ എവിടേക്കോ എനിക്കുമില്ല. ലൈഫില് ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും തീർത്ത് എല്ലാം ഒന്ന് സെറ്റിൽഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്ന് വിചാരിച്ച് നടന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ലൈഫിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഒരു 6-7 വർഷം മുമ്പ് ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് അവൾ ആദ്യമായിട്ട് കണ്ടത്. ഞങ്ങൾ കുറേ നാൾ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ലൈഫിൽ ഇങ്ങനെയൊക്കെ കുറച്ച് സംസാരിക്കാൻ, ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ലൈഫ് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ഞാനിന്ന് കല്യാണം കഴിക്കാൻ പോകുന്നത്. എവിടേക്ക് കൊണ്ടുപോന്നെ? എവിടെ കൊണ്ടുപോകാനാകെ 2-3 സ്ഥലമുള്ളൂ. സ്ഥലം ഇവിടെ ഇപ്പൊ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ പ്രധാന സ്ഥലം. ഇത് കഴിഞ്ഞു. I found you passing by in cold December. Lost in view, but still your face and your gaze I remember. എല്ലാ കാര്യത്തിലും അവൻ കഴിവുകളിച്ചൊരു പയ്യനാണ്. കോളേജിലാവട്ടെ സ്കൂളിലാവട്ടെ പല സ്ഥലങ്ങളിലും, പാട്ടിനായിരുന്നാലും പഠിത്തത്തിൽ ഏത് കാര്യത്തിലും അവനാണ് ബ്രില്യൻ്റ് ആയിരുന്നു. Reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into അമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് എ സിസ്റ്റർ ലൈക്ക് ഹർ. അവളെപ്പോഴും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ്. അവരെ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾക്ക് വെൽക്കം ചെയ്യാം.